ബിഗ് ബോസ് സീസൺ 8 ഇന്നലെ ഒരു ടാസ്ക് അഗ്നിപരീക്ഷക്കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഷിയും അതുപോലെ ജെറ്റിയും രണ്ടുപേരുടെ കയ്യിൽ ഓരോ മുളവടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മുളവടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തറയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണം, ആ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്ന മാതിരി. അപ്പോൾ ആ ടൈമിൽ മുളവടി ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റേ മുളവടി ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിക്കണം. അതായിരുന്നു ഗെയിം. അപ്പോൾ ആ സമയത്ത് ടാഷി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ജെറ്റിയും കളിക്കുന്നുണ്ടായിരുന്നു. ജെറ്റി തന്ത്രപൂർവ്വമാണ് കളിച്ചതെന്ന് പറയാം. കാരണം ജെറ്റി അങ്ങനെ അധികം ഇങ്ങനെ മുളവടി കുത്തിക്കൊണ്ടല്ല നിന്നത്, കയ്യിലിങ്ങനെ മുളവടി ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കൈ മുറുക്കി ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം ജെറ്റിക്ക് അറിയാം ടാഷി അത്യാവശ്യം മാർഷൽ ആർട്സൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ടാഷിയുടെ കയ്യിൽ ആ മുളവടി എങ്ങനെയെങ്കിലും അത് വീണ് പോയാലും പുള്ളി തറയെ വീണിട്ടാണെങ്കിലും ഉരുണ്ടും മറിഞ്ഞുമൊക്കെ ആണെങ്കിലും അത് പിടിച്ചെടുക്കുമെന്നുള്ള അറിയാവുന്നതുകൊണ്ട് തന്നെ ജെറ്റി അത് തന്ത്രപൂർവ്വമാണ് കളിച്ചത്. ജെറ്റി കയ്യിൽ നിന്ന് അധികം ഇങ്ങനെ വിട്ടു കളയാത്ത രീതിയിൽ ഇങ്ങനെ കുത്തി പതുക്കെ ഒരു ഇതായിട്ട് നിന്നുള്ളൂ, അല്ല കുത്തി ഇങ്ങനെ നിന്നില്ല. അതിനോടൊപ്പം തന്നെ ജെറ്റി ഈ മറ്റേ മുളവടി ക്യാച്ച് ചെയ്ത് പിടിക്കാനും അതുപോലെ അത് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിക്കാനും ഈ മുളവടി കയ്യിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കാനും ഒക്കെ ഒരേ സമയം തന്നെ ജെറ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെറ്റി നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജെറ്റിയാണ് ഏറ്റവും അവസാനം മുളവടി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിക്കുന്നത്. അങ്ങനെ ജെറ്റി ജയിക്കുകയും ചെയ്ത്. ഒരു പക്ഷേ ഈ ഗെയിമിൽ മുളവടി എങ്ങനെയെങ്കിലും താഴ്ത്ത് പോവുക അല്ലെങ്കിൽ ജെറ്റിയുടെ കയ്യിൽ നിന്ന് തട്ടി ഇത് മേടിക്കാനുള്ള ഒരു ഇത് ക്യാച്ച് ചെയ്ത് പിടിച്ച് മേടിക്കാനൊക്കെ ഉള്ളൊരു കഴിവുള്ള ഒരാളായിരുന്നു നമ്മുടെ ഈ ടാഷി. കാരണം ടാഷി മാർഷൽ ആർട്സ് പഠിച്ചിട്ട ആളാണ്, നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ അറിയാം. ഒരു പക്ഷേ ജയിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇതിൽ ഈ വിന്നർ ആകേണ്ട ഇപ്പം സത്യത്തിൽ പറഞ്ഞാൽ ജയിച്ചിരിക്കുന്ന ആൾ ജെറ്റിയാണ്. ജെറ്റി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജെറ്റി ജയിച്ചതായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് രഞ്ജിനി ഹരിദാസും അതുപോലെ റിയ സലീമും പറയുന്നുണ്ട് ഈ ഗെയിം ഒന്നുകൂടെ കളിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഒന്നുകൂടെ കളിക്കണോ വേണ്ടെന്ന് വേറെയുള്ള കുറച്ച് പേരോട് കൂടെ തിരക്കിയതിന് ശേഷം ഇങ്ങനെ ജെറ്റിയുടെ അടുത്ത് ചോദിക്കുവാണ് ഒന്നുകൂടെ ഈ ഗെയിം കളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജെറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ കളിക്കാൻ പറ്റത്തില്ലെന്നാണ്. കാരണം ഇത് ജയിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഇത് വീണ്ടും കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കളിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഇവരിത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഖിൽമാരാർ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് ഒരു പ്രാവശ്യം അവസരങ്ങൾ വരുത്തുള്ളൂ, അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇത് കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഈ രഞ്ജിനി ഹരിദാസും അതുപോലെ റിയ സലീമും കൂടെ ഇത് ഒന്നുകൂടെ കളിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ മുഖത്തടിച്ച പോലെ ഒരു രീതിയിലാണ് നമ്മുടെ ജെറ്റി പറയണത്. ജെറ്റിക്ക് കളിക്കാൻ താല്പര്യമില്ല, കളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് കൂടി ഈ റിയ സലീമും അതുപോലെ നമ്മുടെ രഞ്ജിനി ഹരിദാസും കൂടെ എന്തോ ഒരു അവതാരം ചെയ്യുന്ന മട്ടിൽ ജെറ്റിയുടെ അടുത്ത് അത് സമ്മതിച്ചു കൊടുക്കാത്തൊരു രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് അവർ പെട്ടെന്ന് പറയുകയാണ് ജയിച്ചതായിട്ട് വിന്നറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ടാഷിയാണ് ജയിച്ചത്, ടാഷി ജയിച്ചതായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർക്ക് എന്തോ ഒരു വ്യക്തിവൈരാഗ്യമുള്ള പോലെ ഇതുപോലെയാണ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കാരണം ജയിച്ച ഒരാളെ ജയിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് മറ്റേ ആളാണ് ജയിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ടാഷിയാണ്. അവർ പറഞ്ഞിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് ഇതിൽ മുളവടി കുത്തി നിൽക്കണമെന്നാണ്. പക്ഷേ മുളവടി ഇങ്ങനെ കുത്തി നിൽക്കണമെന്നൊന്നും ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. മുളവടി കുത്തി നിൽക്കണമെന്ന് അങ്ങനെയുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ടാഷി ജയിക്കാനാണ്? ടാഷി ജയിച്ചതായിട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഈ മത്സരത്തിൽ കറക്റ്റായിട്ട് നിന്ന് അത് മുളവടി കുത്തണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുളവടി കുത്തിയിട്ടില്ലെങ്കിൽ കൂടി ആ ഗെയിമിൽ തന്ത്രപൂർവ്വം നിന്നിട്ട് അതിൻ്റെ ആ ഒരു ഗെയിമിനെ ജെറ്റിയുടെ വശത്തേക്കാക്കിക്കൊണ്ട് ജെറ്റി നല്ല കറക്റ്റായിട്ട് ആ മുളവടി ക്യാച്ച് ചെയ്ത് പിടിച്ച് അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ജെറ്റിയെ മാറ്റുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.